നമസ്കാരം. 2 ദിവസമായിട്ട് യാത്രയിലാണ്. ചെന്നൈ റൂട്ടിലാണ്. ഇന്നലെ പോന്നതാണ്. ഇന്നലെ രാവിലെ പോന്നതാണ്. സാധാരണ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഞാൻ ടയോട്ട ഇന്നോവയിട്ടാണ് പോരാറുള്ളത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് പഞ്ച് EVയുമായിട്ട് ഇത്രയും ഒരു ലോങ് യാത്ര പോരും. പഞ്ച് EVയുമായിട്ട് ലോങ് യാത്ര നടക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു യാത്ര കൂടെയാണ് ഇത്. ഈ യാത്രയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. രാവിലെ ഫുൾ ചാർജ് ആക്കി പോന്ന് ഒരു 3.5% വെച്ചാൽ കിട്ടിയത്. ഏകദേശം പാലക്കാട് എത്തി. അപ്പൊ പാലക്കാട് എത്തി കഴിഞ്ഞാല് സാധാരണ യാത്രയിൽ ഒരു പ്രശ്നം വെച്ചാൽ രാവിലത്തെ കടി ഈ പൊറാട്ടയും അതുപോലെ ഫിഷ് കറി, നല്ല മീൻ മുളട്ട കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി അത് കൂടുതൽ റിസ്ക് തയ്യാറായില്ല. അപ്പൊ ഞാൻ ഇന്ന് മലബാറിൽ തന്നെ കയറി. ഇത് മലബാറിലെ പൊറാട്ടയും മീൻ കറിയാണ്. അപ്പോൾ മലബാറിലെ പൊറോട്ട പറയുന്നത് ഏകദേശം ഒരു പ്ലേറ്റിന്റെ വലുപ്പമാണ്. വലിയ പൊറോട്ട ആയിരിക്കും. അടിപൊളി നല്ല ഫ്രഷ് അയിലയും കറിയും പൊറാട്ടയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ചൂടുള്ള പൊറാട്ടയാണ്, അടിപൊളിയായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം ഒരു പ്രയാസം ഇത് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതില് EV ആയിട്ട് വരുമ്പോ ഏറ്റവും എല്ലാവർക്കും ഉണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്നത് എവിടുന്ന് ചാർജ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ആ കാര്യത്തില് നമുക്കിപ്പോ ഒരു ടെൻഷനും വേണ്ട. ഓരോ 15 കിലോമീറ്ററിൽ നമുക്ക് ചാർജ് സ്റ്റേഷൻ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. തമിഴ്നാട് കയറി ഏറ്റവും കൂടുതലുള്ളത് സിയോന്റെ ചാർജ് സ്റ്റേഷനാണ്. എന്തായാലും ചെന്നൈ പോകുമ്പോ തിരുപ്പൂർ അടുത്തു കൂടിയാണ് പോകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ റൂട്ട് കട്ട് ചെയ്ത് തിരുപ്പൂരിലേക്ക് വിട്ടു. കാരണം മകളവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ വഴി പോകുമ്പോൾ അവളത് കണ്ടുപോകാൻ വിചാരിച്ചു. കാരണം അവർക്ക് നാളെ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട്. ഫസ്റ്റ് ഇയറിന്റെ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ടെൻഷൻ സംസാരിച്ചപ്പോൾ തോന്നി. അപ്പോൾ ഒന്ന് നേരിട്ട് കണ്ടിട്ട് ഒന്ന് സംസാരിച്ച് കൂടെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം സമയം ചിലവഴിച്ച് പോകാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ തിരുപ്പൂർ അവിടെ കോളേജിൽ പോയിട്ട് ഏകദേശം എനിക്കൊരു 10-20 കിലോമീറ്റർ കൂടുന്നുള്ളൂ. അവിടെ പോയിട്ട് അവളെ കണ്ട് സംസാരിച്ച് അവളെ ഭക്ഷണം കഴിച്ചാണ് പിന്നെ തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരിച്ച് NH കയറി. അപ്പോൾ NH കയറുമ്പോൾ ടോളാണ് ഫസ്റ്റ് കാണുന്നത്. ഈ യാത്രയിൽ ഏകദേശം 10 ടോളുകൾ ഒരു വേലുണ്ട്. 10 ടോള് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 1000 രൂപയോളം മിനിമം ആ ടോളിന് ചിലവാകും. അങ്ങനെ 2 ഭാഗം വരുമ്പോൾ 2000 രൂപയോളം ചിലവാകും. നേരെ മറിച്ച് എനിക്കത് ചിലവ് വരുന്നത് എത്രയാണ്, ഒരു 10 ടോളിന് എനിക്ക് വരുന്നത് ആകെ 150 രൂപയാണ്. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ രാജമാർഗ യാത്രയുടെ ആനുവൽ പ്ലാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോങ് യാത്ര ഉള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നിങ്ങൾ രാജമാർഗ യാത്ര ആനുവൽ പ്ലാൻ എടുത്തോളൂ. അതാണ് നമുക്ക് ഏറ്റവും സേഫ്. ഇപ്പം ഞാൻ ഇന്നലെ ശിഖരഗിരി പറയുന്നൊരു ചാർജിങ് സ്റ്റേഷനിലാണ് കയറിയത്. ഏകദേശം ഞാനൊരു 282 കിലോമീറ്റർ ഓടിയപ്പോഴാണ് 22% ചാർജ് ആയത്. സിയോന്റെ ചാർജ് സ്റ്റേഷൻ ശിഖരഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയൊരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്. 3 ചാർജ് സ്റ്റേഷനിൽ 2 ഗണ്ണ് വീതം വെച്ച് 6 ഗണ്ണുണ്ട്. അത് 150 kV വരെ സ്പീഡ് കിട്ടുന്ന ചാർജ് സ്റ്റേഷൻ. 1 മണിക്കൂറാണ് എനിക്ക് ചാർജിന് വന്നത്. അവിടെ ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിയോണ് നല്ല വേഗതയാണ്, അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം 22% നിന്ന് ഞാൻ 100% ആയപ്പോഴേക്ക് 78% ഞാൻ ചാർജ് ചെയ്തത്. 1 മണിക്കൂറാണ് എനിക്ക് സമയം എടുത്തത്. 1 മണിക്കൂർ കറക്റ്റായിട്ട്. നല്ല വേഗതയാണ്, പെട്ടെന്നായിട്ടുണ്ട്. ആ 1 മണിക്കൂർ ഞാൻ ഭക്ഷണം കഴിച്ച് ചോറൊക്കെ കഴിച്ച് ടോയ്ലറ്റ് പോയി ഫ്രഷായി തിരിച്ചു വന്നപ്പോഴേക്ക് ഏകദേശം 1 മണിക്കൂർ ആവാനായിരുന്നു. അതുകൊണ്ട് സമയത്തിന് എനിക്ക് നഷ്ടം വന്നിട്ടില്ലായിരുന്നു. എനിക്ക് ചിലവ് വന്ന റേറ്റ് അത് കുറച്ച് കൂടുതലാട്ടോ. യാത്രയിൽ നമുക്ക് പുറത്ത് ചാർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ റേറ്റ് വരും. എനിക്ക് ഏകദേശം 1064 രൂപയാണ് ടാക്സ് ഒക്കെ അടക്കം എനിക്ക് അതിന് ചാർജ് വന്നത്. കിലോമീറ്ററിന് ഏകദേശം എനിക്കൊരു 380 ചാർജ് വന്നിട്ടുണ്ട്. ചാർജിങ് കൊണ്ട് ഓടാൻ കഴിയുന്ന ദൂരം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3.8 3.50 കിലോമീറ്ററിന് ചാർജ് വന്നിട്ടുള്ളത്. എന്നാൽ ഇതേ സാധനം ഞാൻ ഇതിന്റെ മുന്നേ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം കിലോമീറ്ററിന് 1 രൂപ 1.10 ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ EV വണ്ടികൾ ലോങ് റണ്ണുള്ള ആളുകൾക്ക് കുറച്ച് ചിലവ് വരുന്നത് ഈ ചാർജിങ്ങിനാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഓടുന്ന ആളുകളാണ്. ഇപ്പോൾ ഞാനൊക്കെ ഈ ഒരു 2 മാസത്തിനുള്ള ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ചാർജിങ് പുറത്തുനിന്ന് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത ഒരാളാണെങ്കിൽ അയാൾക്ക് 1 രൂപ 1.30 വരെയൊക്കെ മാക്സിമം ചാർജ് വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 3.90 ആണെങ്കിൽ എനിക്ക് നഷ്ടമൊന്നുമില്ല. കാരണം എന്തറിയോ, ഞാനിതൊരു ഡീസൽ വണ്ടി പെട്രോൾ വണ്ടി എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഡീസൽ വണ്ടി ആണെങ്കിൽ തന്നെ ഏകദേശം ഒരു 6-7 റുപ്യോളം ചിലവ് വരും. അതിൻ്റെ സമയത്ത് നമുക്ക് ഇവിടെ ഇരുന്ന് പിന്നെ 3.80 വരുന്നുള്ളൂ. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിലാണെങ്കിൽ മാത്രം, DC-യിലാണെങ്കിൽ മാത്രം. അഥവാ നമുക്ക് നൈറ്റിൽ AC ചാർജിങ് കിട്ടുകയാണെങ്കിൽ ഇത്ര റേറ്റ് ഒന്നും വരുന്നില്ല.
ഇപ്പം ഞാനുള്ളത് ആവൂര് പറഞ്ഞ സ്ഥലത്താണ്. ആവൂര് ആണ് ഇന്നലെ താമസിച്ചത്. EV വണ്ടി കൊണ്ട് നമുക്ക് എവിടെയും പോവാം, എത്ര ദൂരവും പോവാം, ഒരു പേടിയും വേണ്ട. കാരണം നമുക്ക് കൃത്യമായിട്ട് ചാർജിങ് സ്റ്റേഷനുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിന്ന് ചിക്കനഗിരിയിൽ കയറി ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്തൊരു ശരണഭവൻ ഹോട്ടൽ ഉണ്ട് പറഞ്ഞു. അടിപൊളി ഹോട്ടലാണ്. നമ്മൾ ചാർജ് ചെയ്യാൻ നിർത്തുന്നു, അവിടെ ഫ്രഷ് അപ്പിന്റെ സ്ഥലമുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങൾ അവിടെ ഉള്ള അറിയോ. ഇങ്ങനെയാണ് മിക്കവാറും തമിഴ്നാട്ടിലെ ചാർജിങ് സ്റ്റേഷൻ. കേരളത്തെ പോലെയല്ല. കേരളത്തിൽ അങ്ങനത്തെ ചാർജിങ് ഹബ്ബുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തമിഴ്നാട്ടിലെ ചാർജിങ് സ്റ്റേഷൻ നേരത്തെ ആ സെറ്റപ്പാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ ഓരോ ചാർജ് സ്റ്റേഷനും കണ്ടാൽ തന്നെ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ട് 2, 3, 4 പിന്നെ ഗണ്ണുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ല സ്പീഡ് ഗണ്ണുകളാണ് ഒക്കെ ഉള്ളത്. ഒക്കെ 150, 120, 60 മേലുള്ള എല്ലാ ഗണ്ണുകളും അത്രയും നല്ല സെറ്റപ്പിലാണ്. പിന്നെ സിയോണിന്റെ ഒക്കെ ആപ്പിൽ കയറി നമ്മൾ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സിയോൺ ഏറ്റവും തമിഴ്നാട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സിയോണാണ്. ഞാൻ വീണ്ടും പറയുന്നു, സിയോൺ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്. അത് നമ്മൾ സിയോൺ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് പ്ലാൻ ചെയ്താൽ ഇവിടുന്ന് നമ്മൾ എത്തുന്ന സ്ഥലം വരെ എത്ര സ്ഥലത്ത് സിയോൺ, എത്ര കിലോമീറ്റർ ഗ്യാപ്പിലാണ് സിയോണിന്റെ പിന്നെ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് കൃത്യമായി കാണിക്കുന്നത്. ഞാൻ നല്ല ഇട്ടപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് പാലക്കാട് നിന്നുകൊണ്ട് തന്നെ ചെന്നൈ റൂട്ട് ഇട്ടപ്പോഴേക്കന്നെ ഏകദേശം 28ഓളം സിയോണിന്റെ ചാർജിങ് സ്റ്റേഷൻ മാത്രമുണ്ട്, സിയോണിന്റെ മാത്രമുണ്ട്. പിന്നെ ഗോയിസിയും ചാർജ് മോഡും ഇവോക്കും അങ്ങനെ കുറേ ഇഷ്ടംപോലെ വേറെയും കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ലോങ് യാത്രക്ക് ഒരു വിഷയാക്കണ്ട. പിന്നെ 5GB പറയുമ്പോൾ 5GBയുടെ റേഞ്ചിൽ ഒരു സംശയം വേണ്ട. റേഞ്ച് പക്കയാണ്. ഒരു 350 റേഞ്ച് 5GB ഷുവറായിട്ടും ലോങ് റൂട്ടിൽ കിട്ടുന്നുണ്ട്. എല്ലാ റൂട്ടിലും കിട്ടുന്നുണ്ട്. 350 എന്തായാലും കിട്ടും. ഞാൻ നിലവിൽ പോന്നപ്പോൾ വളരെ കൂളായിട്ട്. പിന്നെ യാത്ര ചെയ്യാനുള്ള സുഖം പറയണ്ടല്ലോ. EV വണ്ടികളിൽ യാത്രയുള്ള സുഖം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത്രയും യാത്ര ദൂരെ വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു പ്രയാസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അത് പറയുമ്പോൾ വീഡിയോയിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറേ ആളുകൾ ടാറ്റയോടാണ് എനിക്ക് പറയാം, പക്ഷെ അവർക്ക് അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും കുറേ ആളുകൾ ഇത് ബുക്കിംഗ് കിട്ടാഞ്ഞിട്ട് 5GB ബുക്ക് ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ട് നെക്സോണിലേക്ക് മാറുന്ന കുറേ ആളുകളുണ്ട്. അത് ടാറ്റയ്ക്ക് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ 5GBക്ക് ബുക്കിംഗ് വൈകുകയാണെങ്കിൽ 6, 7 മാസമൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഇവരൊക്കെ മറ്റ് ബ്രാൻഡുകളിലേക്ക് മാറും. വണ്ടി വേഗം കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റ് ബ്രാൻഡുകൾ വരുന്നുണ്ട്. ആ ബ്രാൻഡുകളിലേക്ക് ആളുകൾ മാറും. അത് വേഗം കിട്ടുന്നുണ്ട്, മാറും. അതുകൊണ്ട് കുറേ ആളുകൾ മെസ്സേജുകൾ എത്ര മെസ്സേജ് അയക്കുന്ന വീഡിയോയുടെ അടിയിൽ അറിയോ, ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല 4 മാസമായി 3 മാസമായി 4 മാസമായി പറയുന്നത്. അപ്പോൾ ഈ 3-4 മാസം വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഇനിയും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ബ്രാൻഡിലേക്ക് മാറും. ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുക്കിംഗ് വിചാരിച്ച് അഹങ്കരിച്ചുകൊണ്ട് ടാറ്റ നിൽക്കണ്ട. എനിക്കതാ പറയാനുള്ളത്. കുറച്ച് ബുക്കിംഗ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അഹങ്കരിച്ച് നിൽക്കണ്ട. കാരണം ടാറ്റയുടെ വണ്ടിക്ക് പണ്ടേ ബുക്കിംഗ് തീരില്ലാത്ത വണ്ടികളാണ്. മറ്റ് ബ്രാൻഡുകളൊക്കെ ബുക്കിംഗ് വരുമ്പോൾ ടാറ്റക്കാരന് ബുക്കിംഗ് ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ ഇതിന് കുറച്ച് ഡിമാൻഡ് ആയപ്പോഴേക്ക് ടാറ്റ ഭയങ്കര ബുക്കിംഗ് ആക്കി. അവിടെ അതാ പറയാനുള്ളത്. 5GB കുറച്ച് കസ്റ്റമേഴ്സ് വന്നു കണ്ടെങ്കിൽ 5GBക്ക് ഭയങ്കര ബുക്കിംഗ്, 4-5 മാസം ബുക്കിംഗ്. മറ്റൊന്ന്, ഈ ബുക്ക് ചെയ്ത ആളുകൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ടാറ്റയുടെ ഷോറൂമുകളിൽ നിന്ന് വളരെ മോശമായ പെരുമാറ്റമാണെന്ന് എല്ലാവരും പറയുന്നത്. അത് ബുക്കിങ്ങിനെ കുറിച്ച് അന്വേഷിച്ചാൽ അവർക്ക് ഒരു നല്ല ഒരു മറുപടി, അവരൊരു വേദനിപ്പിക്കാത്ത സന്തോഷിപ്പിക്കുന്ന ഒരു മറുപടി കൊടുക്കാൻ പോലും ഈ പിന്നെ സർവീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ടാറ്റയുടെ ഷോറൂമിലെ ആളുകൾ ശ്രമിക്കുന്നില്ല. വളരെ നെഗറ്റീവായിട്ടാണ് മറുപടി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അത്ര അഹങ്കരിച്ചുകൊണ്ട് സംസാരിക്കാൻ നിൽക്കണ്ട. കാരണം ഇഷ്ടംപോലെ ഓപ്ഷൻ അപ്പുറത്ത് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് മറ്റു ബ്രാൻഡിലേക്ക് മാറും. അതുകൊണ്ട് ഈ ബുക്ക് ചെയ്ത ആളുകൾ പരിഗണന നൽകിക്കോളൂ, എത്രയും പെട്ടെന്ന് വണ്ടി നൽകിക്കോളൂ. ഇല്ലെങ്കിൽ അവരൊക്കെ മറ്റു ബ്രാൻഡിലേക്ക് മാറും. അത് 5GB മോശമായിട്ടല്ല മാറുന്നത്, അതും കൂടെ മനസ്സിലാക്കണം. അവരാഗ്രഹിക്കുന്നത് 5GB ആണ്. അതവർ ബുക്ക് ചെയ്തു, പക്ഷെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല. അണ്ടമാന ബുക്കിംഗ് എന്ന് പറഞ്ഞ് അതിൻ്റെ അഹങ്കാരം കാണിച്ചോളൂ. നിങ്ങളത് ബുക്കിംഗ് വൈകിപ്പിച്ചാൽ അവർ മറ്റു ബ്രാൻഡിലേക്ക് മാറും. ആരും അങ്ങനെ ബുക്ക് ചെയ്ത് കണ്ട് ഇരിക്കാനും തയ്യാറല്ല. ആ കാലം കഴിഞ്ഞു. പണ്ട് ഉണ്ടായത് നമ്മളെ ഇതൊക്കെ ഇറങ്ങിയ സമയത്ത്, എന്താ പറയുക, സ്വിഫ്റ്റ് ഒക്കെ ഇറങ്ങിയ സമയത്ത് 7-8 മാസം ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ ജനങ്ങളെ പ്രതീക്ഷിക്കണ്ട, പുതിയ തലമുറയെ പ്രതീക്ഷിക്കണ്ട. ഇതില്ലേ അടുത്ത ഓപ്ഷനിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ബുക്ക് ചെയ്തവരെ പരിഗണിക്കുക, അവരോട് പെരുമാറ്റം ഒന്ന് ശ്രദ്ധിക്കുക, അവരോട് തിരിച്ചു പറയുമ്പോൾ സംസാരിക്കുന്ന രീതി ഒന്ന് നോക്കുക, അവരെ സമാധാനിപ്പിച്ച് വിടുക. അല്ലാതെ വെറുതെ മറ്റ് ബ്രാൻഡിലേക്ക് പറഞ്ഞേക്കാൻ നിങ്ങൾ കാരണക്കാരാവരുത്. എനിക്ക് 5GB എടുക്കണമെന്നോ അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് എടുത്തോ എനിക്ക് വിഷയമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നല്ല വണ്ടിയാണ് 5GB, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിന്ന് മറ്റിലേക്ക് പോകുന്ന കാരണം നിങ്ങളുടെ ഈ വണ്ടി ഡെലിവറി ടൈം ഇത്രയും വൈകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചാർജിങ് സ്റ്റേഷൻ ഇല്ലെന്ന് വിചാരിച്ച് EV എടുക്കാൻ ആരും, ഏത് EV എടുക്കാനും ബേജാറാവേണ്ട ആവശ്യമില്ല. ഏത് EVക്കാണെങ്കിലും
ഇഷ്ടം പോലെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ പഴയ പോലെ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട. പിന്നെ നമുക്ക് 20 100 എത്താൻ മാക്സിമം എനിക്ക് ഇന്നലെ ആയത് 1 മണിക്കൂറാണ്. 20 100 1 മണിക്കൂറാണ് ആയത്. അത് നല്ല ഇപ്പോഴത്തെ ചാർജിങ് സ്റ്റേഷൻ പഴയമാതിരി കാട്ടിലും മുക്കിലൊന്നുമല്ല, നല്ല ഹോട്ടലുകളും എല്ലാ സൗകര്യമുള്ള സ്ഥലത്താണ്. അവിടെ ഒന്ന് ഇരുന്ന് ഫ്രഷായി ചായ കുടിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ സെറ്റ് വണ്ടി 100% റെഡി. ഇതാണ് ഇന്നത്തെ ചാർജിങ് സ്റ്റേഷനുകൾ. 120 150 കിലോ വാട്ട് വരെ സ്പീഡ് കിട്ടുന്ന ചാർജിങ് സ്റ്റേഷനാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് എടുക്കാൻ ചാർജിങ് സ്റ്റേഷൻ പേടിച്ചാരും നിൽക്കേണ്ട, ധൈര്യത്തിൽ എടുത്തോളൂ. ഏത് ബ്രാൻഡ് എടുത്തോളൂ, ചാർജിങ് സ്റ്റേഷൻ പക്കയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഏത് റൂട്ടിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. തമിഴ്നാട്ടിലായിക്കോട്ടെ, ഞാൻ ഇപ്പോൾ പോയ റൂട്ടൊക്കെ തമിഴ്നാട് വിട്ടുകൊണ്ട് മറ്റൊരു സംസ്ഥാനം പോയിട്ടില്ല. തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അത് നമുക്ക് മാപ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഗൂഗിൾ മാപ്പിലുണ്ട്, മറ്റേ ജിയോൻ്റെ മാപ്പിലുണ്ട്, എല്ലാ ബ്രാൻഡിൻ്റെയും മാപ്പിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ നല്ല സമയമാണ്. ഒരു പേടിയും പേടിക്കണ്ട. ഒക്കെ റേഞ്ച് കൊണ്ട് നല്ല റേഞ്ചിലെ വണ്ടികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിലെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ലോങ് യാത്രയുടെ ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.